അപ്പൊ എന്റെ മക്കൾ ഇങ്ങനെ MDMA ഒക്കെ അഡിക്റ്റ് ആണോ എന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇന്നേ വരെ വീഡിയോ ചെയ്തതിൽ ഏറ്റവും ഞാൻ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. MDMA കുറിച്ചാ. മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ. അത് നമ്മുടെ നാട്ടിൽ നിന്ന് അഴിഞ്ഞാട്ടുന്നത് നമ്മൾ കണ്ടു. എത്ര മക്കളാണ് സ്വന്തം മാതാവിന്റെ കഴുത്തിന് കത്തി വെക്കാൻ മാത്രം ഈ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കേണ്ടത്. അതിനെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കേൾക്കണം കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് എത്രത്തോളം നിങ്ങൾ അറിയുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ ഈ ഡ്രഗ് എവിടുന്ന വന്നതെന്ന് ഞാൻ പറയാം. മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ജർമ്മനിയിൽ മെർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് കമ്പനിയാണ് 1912 ഉൽപ്പാദിപ്പിക്കുന്നത്. അന്ന് വേറെയുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ 1970-കളിലൊക്കെ ആയപ്പോൾ ഇത് ഡിപ്രഷനുള്ള വിഷാദരോഗമുള്ള ആളുകൾക്ക് മരുന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 1980 ആയപ്പോൾ ഈ ഒരു മരുന്നിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. നൈറ്റ് ക്ലബ്ബുകളിലും പാർട്ടികളിലും ഒക്കെ അമേരിക്കയിൽ ഇതൊരു മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ഉപയോഗിച്ച് അത് പിന്നെ നമ്മളെ നാട്ടിലേക്ക് എത്തി. 2010-ലായപ്പോഴാണ് നമ്മളെ നാട്ടിലൊക്കെ ആദ്യമായിട്ട് ഇത് പിടിക്കപ്പെടുന്നത്. അതിന് മുന്നേ എത്തിയിട്ടുണ്ടാവും, പക്ഷെ പിടിക്കപ്പെടുന്നത് 2010-കളിലൊക്കെയാണ്. ഇത് പിന്നീട് അങ്ങോട്ട് ഉണ്ടാക്കിയ നാശം നമ്മൾ കാണുന്നതാ. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് എത്ര കൊലപാതകങ്ങൾ നമ്മൾ കണ്ടത് അല്ലേ? ഒക്കെ തെരഞ്ഞു ചെല്ലുമ്പോൾ MDMA തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ബാക്കിയുള്ള കഞ്ചാവും കള്ളിനേക്കാളൊക്കെ എങ്ങനെ ഇത് ഇത്ര പ്രശ്നക്കാരായി മാറുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ MDMA നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം തന്നെ പ്രവേശിച്ചാൽ നമ്മൾ വായിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡിലേക്ക് ഇത് കയറും. ബ്ലഡിലേക്ക് കയറിയ ശാരീരികമായിട്ട് കുറേ മാറ്റങ്ങൾ വരും. BP കൂടും, ഹാർട്ട് റേറ്റ് കൂടും, പല്ല് കടിക്കുന്ന ഒരു പ്രശ്നം വരും, അതേപോലെ കാഴ്ച ഇങ്ങനെ മങ്ങുന്നത് പോലെയൊക്കെ തോന്നും. പിന്നെ വിയർപ്പ് നന്നായിട്ട് കൂടുക, ശരീരത്തിന്റെ ഊഷ്മാവ് ടെമ്പറേച്ചർ കുറച്ച് കൂടും. ഇങ്ങനെയൊക്കെയാണ് അത് ശാരീരികമായിട്ട് കാണിക്കുക. ഇതൊക്കെ നമുക്ക് സഹിക്കാന്ന് വെക്കാം. പക്ഷെ ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ഇത് നമ്മളെ രക്തത്തിൽ കലർന്ന് ബ്രെയിനിലെത്തുന്ന സമയത്ത് ബ്രെയിനിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അമിഗ്ഡാല, പ്രിഫോണ്ടൽ കോർട്ടക്സ് ഒക്കെ. ഇവിടെ ചെന്നിട്ട് ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരുന്ന നമ്മുടെ ശരീരത്തിലുള്ള സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഈ സെറോട്ടോണിൻ ഡോപ്പമിനും നമ്മളെ തലച്ചോറിൽ നോർമൽ ആയിട്ടുള്ള ആൾക്ക് എപ്പോഴും ഒരു കുറച്ച് അളവിലുണ്ടാവും. അയാൾക്ക് വലിയ സന്തോഷമില്ല, എന്നാൽ പറ്റ വിഷമത്തിലും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മളൊക്കെ ഏകദേശം സമയത്തൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു കറക്റ്റ് അളവിലുണ്ടാവുക. എന്നാൽ ഈ MDMA അവിടെ ചെന്നതോടുകൂടെ ഈ സെറോട്ടോണിൻ ഡോപ്പമിൻ അങ്ങോട്ട് കൂടും, നന്നായിട്ട് കൂടുന്നു മാത്രമല്ല, സാധാരണ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ന്യൂറോൺസിലേക്ക് തന്നെ തിരിച്ച് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിന് തിരിച്ചു വലിക്കും. എന്നാൽ ഈ തിരിച്ചു വലിച്ചെടുക്കുന്നതിനെയും ഈ MDMA തടഞ്ഞു വെക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു 24 മണിക്കൂറോളം നേരം ഇത് അങ്ങനെ കൂടി കിടക്കും. ആ സമയത്ത് അയാൾക്ക് അതിശക്തമായിട്ടുള്ള സന്തോഷം, യൂഫോറിയ എന്നാ പറയാ, വല്ലാത്ത സന്തോഷം കിട്ടുന്നുള്ളതാണ്. എവിടെയും കയറി ചെല്ലും, ഭയങ്കര കോൺഫിഡൻസ്, ഏത് സ്റ്റേജും വെക്കും, ധൈര്യത്തോടെ കയറി ചെല്ലും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ MDMA എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക. മാത്രമല്ല ഭയങ്കര സ്നേഹം, എമ്പതി കൂടും എന്നാ പറയാ. ഉമ്മയൊക്കെ ആണെങ്കിൽ ഉമ്മയോട് ആ നേരത്ത് ഭയങ്കര സ്നേഹം, കൈ പിടിച്ചിട്ടും അങ്ങനെ ഉമ്മ വെച്ചിട്ടും ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും ഫസ്റ്റ് കാണിക്കുക ഈ ഒരു 24 മണിക്കൂറിൻ്റെ അകത്ത്. എന്നാൽ 24 മണിക്കൂർ കഴിയുമ്പോഴാണ് സ്വഭാവം മാറി തുടങ്ങുക. ഈ MDMA മെല്ലെ ബ്ലഡിൽ നിന്ന് മൂത്രത്തിലൂടെയും നമ്മളെ വിയർപ്പിലൂടെയൊക്കെ പുറന്തള്ളും ശരീരം. ആ സമയത്ത് നമ്മൾ നേരത്തെ ഈ സെറോട്ടോണിൻ ഡോപ്പമിനും വല്ലാതെ കുത്തിക്കയറ്റി വെച്ചിരുന്നല്ലോ, നല്ല ഉയർത്തി വെച്ചിരുന്ന ഈ MDMA, അത് MDMA പോകുന്നതോടുകൂടെ ശരീരം തിരിച്ചങ്ങോട്ട് നന്നായിട്ട് വലിച്ചെടുക്കും ഈ സെറോട്ടോണിൻ ഡോപ്പമിനും. അപ്പൊ നന്നായിട്ടാണ് കുറയും നമ്മൾ ബ്രെയിനിന്റെ അകത്ത്. ഇതാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷാദം, അതിശക്തമായിട്ടുള്ള വിഷാദം, ഒരിക്കലും കോൺഫിഡൻസ് ഉണ്ടാവില്ല, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ പറ്റൂല, ഒന്നിനും തോന്നും, തല ഇങ്ങനെ പെരുക്കും, തല ഇങ്ങനെ ഇട്ടടിക്കാൻ തോന്നും, ഭ്രാന്തന്മാരെ പോലെ ആവും. ഒരു റൂമിന്റെ ഒരു മൂലയിലിരിക്കാൻ, ഇരുട്ടത്തിരിക്കാൻ തോന്നും. ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. സാധാരണ ഞായറാഴ്ചകളിലാണ് ഈ പാർട്ടികളൊക്കെ നടക്കുക. ആ സമയത്ത് MDMA എടുക്കും. MDMA എടുത്തിട്ട് തിങ്കളാഴ്ച ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ ചൊവ്വാഴ്ച ആകുമ്പോഴത്തേന് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ വരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഈ അവസ്ഥ മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും ഡിപ്രഷൻക്ക്, വിഷാദത്തിലേക്ക് പോയി, എല്ലാം ഒന്നും സന്തോഷം പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഇടങ്ങേറ്, വിഷമവും. ഇതിന് പരിഹാരം എന്നോണം ഇത്തിരി പൊടിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ പൊടി തിരഞ്ഞു പോകൂലേ?
പോകും. അതാണ് ഈ MDMA അഡിക്ഷന് സംഭവിക്കുന്നത്. ഇതില്ലാതെ പിന്നെ അവർക്ക് സന്തോഷം കിട്ടൂല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഇതിന്റെ പിന്നാലെ പോവും, ഇതിന് അഡിക്റ്റഡ് ആവും. ഈ MDMA ഒരൊറ്റ വട്ടം ഒരു മിഠായിന്റെ അകത്തോ ചോക്ലേറ്റിന്റെ അകത്തോ ഒക്കെ ആയിട്ട് കൊടുത്താൽ മതി, അതോടുകൂടെ തീർന്നു. ആ കുട്ടി അത് കഴിച്ചോടുകൂടി ആ കുട്ടിക്ക് ആ നേരത്തിൻ്റെയാണ് സന്തോഷം. ആ സന്തോഷം പിന്നെ ആ മുട്ടായി വേണം എന്നുള്ള അവസ്ഥയ്ക്ക് ആ കുട്ടിനെ കൊണ്ട് എത്തിക്കും, അത് ഉറപ്പാണ്. ഈ MDMA എഫക്റ്റ് കഴിഞ്ഞാൽ വേറെ പ്രത്യേകത വല്ലാത്ത ദേഷ്യവും ഉത്കണ്ഠയും, ആരൊക്കെ എന്നെ പിടിക്കാൻ വരുന്നുണ്ട്, പോലീസുകാർ എന്നെ പിടിക്കാൻ വരുന്നുണ്ട് എന്നുള്ള തോന്നലൊക്കെ. ഇത് സ്വന്തം ഉമ്മാനെ വരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിക്കുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കുട്ടി ഇത് കഴിച്ചിട്ട് അത്രയും വിഷമത്തിലിരിക്കുമ്പോൾ കുട്ടീനെ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് വേറൊരു നിവൃത്തില്ല, ഒന്നെങ്കിൽ എന്നെ കൊല്ലുക, അതല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ആ കുട്ടിന്റെ മുമ്പിലുള്ള വഴി. അപ്പൊ കുട്ടി മാതാപിതാക്കളുടെ അടുത്ത് വന്നിട്ട് പൈസ ചോദിക്കും. പക്ഷേ മാതാപിതാക്കളുടെ പൈസ ഉണ്ടാവില്ല എടുത്തു കൊടുക്കാൻ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും? അവരോട് വല്ലാത്ത ദേഷ്യം ഫീൽ ചെയ്യും. ഞാൻ ഇത്രയും അവസ്ഥയിലായിട്ട് എന്നെ നോക്കാൻ പറ്റുന്നില്ലല്ലോ, എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഫീല് വല്ലാതെ കടുപ്പിച്ച് വരും. ഈ ഒരു ദേഷ്യം അടിഞ്ഞു കൂടിയാണ് ഇത് ഒരു സമയത്ത് ഈ ദേഷ്യം എല്ലാം കൂടാണ്ട് വരുമ്പോ എന്താ ചെയ്യുന്നെന്ന് പിടുത്തുണ്ടാവില്ല, കയ്യിന്ന് പോവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉമ്മാനും പനിയും അച്ഛനും അമ്മേനെയൊക്കെ ചെയ്തു. ഇതാണ് MDMA ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് MDMA കൊണ്ട് ഉണ്ടായ അധിക കൊലപാതകങ്ങളും, ഏകദേശം എല്ലാ കൊലപാതകങ്ങളും എടുത്തു നോക്കിയാൽ കാണാം അതിലിങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടാവും. അപ്പൊ എൻ്റെ മക്കൾ ഇങ്ങനെ MDMA അഡിക്റ്റ് ആണോ എന്ന് അറിയാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളെ മനസ്സിൽ വന്ന ചോദ്യമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങളില്ലേ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുക, പെട്ടെന്ന് ഒരു 1-1.5 ദിവസം കഴിയുമ്പോഴത്ത് അതേപോലെ ഡൗൺ ആയി പോവുക. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും കുട്ടീനെ ഭയങ്കര സംശയ രീതിയിൽ കണ്ടിട്ട് ആ കുട്ടീനെ ഇടങ്ങേറാക്കാനല്ല പോകണ്ടേ. ആ കുട്ടിക്ക് വല്ലാത്തൊരു രോഗം വന്നിരിക്കുകയാണെന്നുള്ളതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ആ കുട്ടീനെ കുറ്റപ്പെടുത്താനോ ഒന്നും ചെയ്യരുത്, തല്ലാനും പിടിക്കാനോ ഒന്നും പോകരുത്. നിങ്ങളെ മകനോട് അല്ലെങ്കിൽ മകളോട് നിങ്ങൾക്ക് തുള്ളി സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടീനെ കൂടെ നിന്ന് കൊടുക്കുക. ആ കുട്ടി പെട്ടുപോയതായിരിക്കും. ഇത്രയും ഭവിഷ്യത്ത് ഇതിനുണ്ട് എന്ന് ആ കുട്ടി ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടിൻ്റെ കൂടെ നിൽക്കുക, മോനോട് കാര്യങ്ങൾ ചോദിക്കുക, മനസ്സ് തുറന്ന് മോനിങ്ങോട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ഗ്യാപ്പ് നമ്മളടുത്ത് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടീനോട് ആ രീതിയിലാണ് നമ്മൾ അപ്രോച്ച്. അങ്ങനെ ചെന്നിട്ട് കുട്ടീനോട് കാര്യങ്ങൾ ചോദിക്കുക. കുട്ടീൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണെന്നുള്ള എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് ഇങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടോ. ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവുക. ഇതിന് വേണ്ടിയുള്ള കൗൺസിലിങ്ങും ഒക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള എൻ്റെ അടുത്തേക്ക് എന്നെ കൊടുന്നോളി, ഞാൻ തന്നെ അതിന് വേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ അതെല്ലാം നിങ്ങളുടെ അടുത്തുള്ള നല്ല കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകരുത്. അബദ്ധങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളുടെ മനസ്സാണ് നമ്മൾ അത് അതിര് വിട്ടുകാണ്ട് അതിനെ തോണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കയ്യിൽ നിന്ന് പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്താളും കേട്ടോ. അപ്പം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മളെ മക്കളും കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, എല്ലാവരും ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ബോധത്തോടു കൂടെ ഇതിനു വേണ്ടി നന്നായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഈ ഒരു MDMAക്കെതിരെ നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയാലും ഒരിക്കലും ഇത് നമുക്ക് ഇവിടുന്ന് തുടച്ചു നീക്കാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ക്യാമ്പയിനും അതേപോലെ പരിപാടികളും പ്രോഗ്രാംസും ഒക്കെ ഇതിനെതിരെ കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയുള്ളൂ. അത്രയും വലിയൊരു അണ്ടർഗ്രൗണ്ട് സംഘം തന്നെ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ രീതിയിൽ നമ്മൾ നാട് നശിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ നാട് നന്നാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ട് അതിനെ ഫുള്ള് ഇവിടുന്ന് തുടച്ചു നീക്കണം. നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ആരോടും ഒരു ദയം കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും അടുത്തുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.